ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അതായത് ദശമഹ കഹ എന്നുള്ള പാഠം, ദശമഹ പാഠയാണ്. അതിൽ ദശമഹ കഹ എന്നുള്ളതിൻ്റെ പാഠങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാക്കിലുള്ള കുറച്ചും കൂടിയേ ബാക്കി പിന്നെ എക്സസൈസൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു, കുറച്ചും കൂടിയുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് അടുത്ത് പറയേണ്ടുന്നത് 111 പേജിൽ പിന്നെ പേജിലുള്ള ലാസ്റ്റിലാണ്. പക്ഷെ അതിന് മുമ്പ് അത് നോക്കണമെങ്കിൽ ലാസ്റ്റിലെ ഒരു ഇതുണ്ട്. അതായത് 114 പേജിൽ ലാസ്റ്റിൽ കിടക്കുന്ന അത് പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റതിലോട്ട് പോകാം. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. 114ലുള്ള ഇതാണ് ലാസ്റ്റിലുള്ളത്. അത് നോക്കിക്കോളൂ. ഇവിടെ പിന്നെ കൊടുത്തിട്ടുണ്ട് സംഖ്യ. ഇതാണ് സംഖ്യാപദാനാം അഭ്യാസം എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് സംഖ്യ ആയാലും എന്തായാലും സംസ്കൃതം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം, ഇങ്ങനെ മൂന്നും അതും ഈ സംഖ്യയും ബാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നോക്കിയാൽ താഴെ കൊടുത്തിട്ടുണ്ട് സംഖ്യ. ഇവിടെ സംഖ്യ ഇവിടെ ഞാൻ കൊടുത്തു. സംസ്കൃതത്തിലെ സംഖ്യകൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ 1 ഇങ്ങനെയാണ് എഴുതുന്നത്. 1 എന്നപ്പോൾ ഏകം. അതിന് ഏകം എന്ന് പറയുന്നത് നപുംസകലിംഗമാണ്. പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം ഉണ്ട്. ആദ്യം നമുക്കിതൊന്ന് നോക്കിക്കഴിഞ്ഞിട്ട് അത് പറയാം. ഇപ്പം ഏകം എഴുതുന്ന കണ്ടോ എങ്ങനെയാണെന്ന്. 2 2 എന്നുള്ളത് ഈ ഏകദേശം 2 പോലെ ഇരിക്കും അല്ലേ. 3 എന്നുള്ളത് ഇതുപോലെ നട്ട്, 4 എന്നുള്ളത് ഇതുപോലെ, 5 ഇതുപോലെ, 6 3 തിരിച്ചിട്ടതുപോലെ, 7 ഇത്, 8 ഇത്, 9 ഇത്, ഈ രീതിയിലാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പിന്നെ ആ പാഠത്തിൽ സംഖ്യ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ. സംഖ്യ ഇത് എങ്ങനെയാണ് ഈ പുല്ലിംഗത്തിൽ പറയുന്നത്? ഏകഹ. സ്ത്രീലിംഗം വരുമ്പോൾ ഏകാ, നപുംസകലിംഗം വരുമ്പോൾ ഏകം. അപ്പോൾ ഇവിടെ ഏകഹ ബാലകഹ ഒരു ബാലനെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഏകഹ ബാലകഹ, അതുകൊണ്ട് പുല്ലിംഗം വന്നു. സ്ത്രീലിംഗം ബാലിക ആയിരുന്നെങ്കിലോ ഏകാ ബാലിക. നപുംസകലിംഗമാണ് പുസ്തകം, ഏകം പുസ്തകം. ഈ രീതിയിലാണ് വരുന്നത്. അതുപോലെ അടുത്തത് 2 വന്നപ്പോൾ ദ്വൗ ആണ്. എന്ത് പുല്ലിംഗത്തിൽ വരുന്ന ദ്വൗ ആണ്. പുല്ലിംഗത്തിൽ ദ്വൗ ആണ് വരുന്നത്. സ്ത്രീലിംഗം വന്നപ്പോൾ ദ്വേ, നപുംസകലിംഗത്തിലും ദ്വേ തന്നെയാണ്. അപ്പോൾ എങ്ങനെ പറയും? ഇപ്പോൾ ദ്വൗ ബാലകൗ, ദ്വേ ബാലികേ. എന്തുകൊണ്ട് ബാലികയെ പറഞ്ഞു? 2 ആയതുകൊണ്ട് ബാലിക, ബാലികയാണ്. ഇനി ദ്വേ പുസ്തകേ, പുസ്തകേ എന്നാണ്. ഇനി അടുത്ത 3 വന്നു. ത്രയഹ ആണ് പുല്ലിംഗത്തിൽ. ത്രയഹ ബാലകാഹ. ഇനി സ്ത്രീലിംഗം വന്നപ്പോൾ തിസ്രഹ, 3ക്ക് തിസ്രഹയാണ്. തിസ്രഹ ബാലികാഹ. ഇനി നപുംസകലിംഗം വന്നപ്പോൾ ത്രീണിയാണ്. ത്രീണി എന്തോന്നാണ്? പുസ്തകാനി. ത്രീണി പുസ്തകാനി. പുസ്തകം, പുസ്തകേ, പുസ്തകാനി എന്നാണ്. അടുത്തത് 4 വന്നപ്പോൾ ചത്വാരഹ ബാലകാഹ. ഇനി ചതസ്രഹ ബാലികാഹ. ചത്വാരി പുസ്തകാനി. ഇനി 5 വന്നപ്പോൾ പഞ്ച ബാലകാഹ, പഞ്ച ബാലികാഹ, പഞ്ചപുസ്തകാനി. ഇവിടെ എല്ലാത്തിനും 5 വരെ, അത് 4 വരെ ഉള്ളൂ പിന്നെ ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം വരുന്നത്. ബാക്കിയെല്ലാം ഒരുപോലെയാണ്. 5 തൊട്ട് 5 തൊട്ട് എല്ലാം പുല്ലിംഗമായാലും സ്ത്രീലിംഗമായാലും നപുംസകലിംഗമായാലും ഒരേ ഇതുപോലെയാണ് പറയുന്നത്. അത് മനസ്സിലാക്കാനാണ് ആദ്യം തുടങ്ങിയത്. ഇനി നമുക്ക് പേജ് നമ്പർ 111 നോക്കിക്കോളൂ. പേജ് നമ്പർ 111 അവിടെ അധോലിഖിതേ ഗദ്യാംശേ അംഗാനാം സ്ഥാനെ സംഖ്യാവാചക ശബ്ദാൻ ലിഖന്തു. അധോലിഖിതേ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഗദ്യാംശത്തിൽ പാസേജിൽ അംഗാനാം സ്ഥാനെ, അംഗം എന്ന് വെച്ചാൽ അക്കങ്ങൾ, നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ഥാനത്ത് സംഖ്യാവാചക ശബ്ദാൻ, സംഖ്യാവാചകങ്ങൾ എഴുതുക എന്നാണ്. അപ്പം ഇവിടെ ഉദാഹരണം കൊടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പാഠശാല എന്നുള്ളത് എന്താണ്? സ്ത്രീലിംഗമാണ് അല്ലേ, പാഠശാല. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതും? ഒരു പാഠശാല എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് 1. അപ്പോൾ എന്ത് ചെയ്യും? ഏകാ പാഠശാല, സ്ത്രീലിംഗത്തിലല്ലേ വന്നത്.
ഏകാ പാഠശാല. ഇനി അടുത്ത് നമുക്ക് രണ്ടാമത്തെ, ഇനി അത് തൊട്ട് ബാക്കിയുള്ളത് നോക്കുക. ഒന്നാമത്തെ തന്നെ ഉണ്ട് ഏകാ. ഏകാ എങ്ങനെ ഏകാ, ഏകാ പാഠശാല. എല്ലാ ആൻസേഴ്സും എഴുതണമെന്ന് ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എഴുതുന്നത്. ഏകാ പാഠശാല. അത് കഴിഞ്ഞിട്ട് തത്ര ഡാഷ് 3 കൊടുത്തിട്ടുണ്ട്. ഡാഷ് അധ്യാപകാഹ സന്ധി. ഡാഷ് അധ്യാപകാഹ. അപ്പോൾ അവിടെ 3ക്ക് എന്തോന്നാണ് ബഹുവചനം വരുന്നത്? ത്രയഹ. പുല്ലിംഗമാണെങ്കിൽ ത്രയഹ. നേരത്തെ ഞാൻ പറഞ്ഞു ത്രയഹ. അപ്പോൾ തത്ര ത്രയഹ, ത്രയഹ, ത്രയഹ അധ്യാപകാഹ സന്തി. അത് കഴിഞ്ഞിട്ട് സാഹിത്യ കക്ഷായാം, ലിറ്ററേച്ചർ ക്ലാസ്സിൽ സാഹിത്യ കക്ഷായാം ഡാഷ് ഛാത്രാഹ സന്തി. അതിൽ 20 ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പം ഡാഷ് ഛാത്രാഹ ബഹുവചനമാണ്. അപ്പം അതിനൊന്നും മാറ്റമില്ല. വിംശതിഹി. 20ക്ക് എന്താ പറയുന്നത്? വിംശതിഹി. വിംശതിഹി, വിംശതിഹി, വിംശതിഹി ഛാത്രാഹ സന്തി. ഏകസ്മിൻ ദിനെ ഒരു ദിനത്തിൽ, ഒരു ദിവസത്തിൽ ഡാഷ് 1 ആണ്. നിരീക്ഷകഃ ആഗതവാൻ. ഒരു നിരീക്ഷകൻ വന്നു. നിരീക്ഷകഃ പുല്ലിംഗമല്ലേ. അപ്പോൾ എന്ത്? ഏകഃ. ഏകഃ നിരീക്ഷകഃ. ഏകഃ നിരീക്ഷകഃ എന്ത് ചെയ്തു? ആഗതവാൻ വന്നു. പിന്നെ തസ്മിൻ ദിനെ, ആ ദിനത്തിൽ. ദിനം എന്നുള്ളത് അവിടെ പിന്നെ സപ്തമിയാണ്. അതുകൊണ്ടാണ് തസ്മിൻ, തസ്മിനും സപ്തമി വേണം. തസ്മിൻ ദിനെ, ആ ദിനത്തിൽ. സാഹിത്യ കക്ഷായാം, സാഹിത്യ കക്ഷയിൽ ലിറ്ററേച്ചർ ക്ലാസ്സിൽ ഡാഷ് ഛാത്രാഹ ഉപസ്ഥിതാഹ. എത്രയാണ്? 25 അല്ലേ. 25 ഛാത്രാഹ ഉപസ്ഥിത. 25 കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ 25-ന് എന്ത് പറയും? പഞ്ചവിംശതിഹി. കണ്ടോ അവിടെ കൊടുത്തിരിക്കുന്ന പഞ്ചവിംശതിക്ക് 2 എഴുതിയിട്ട് എന്ത് ചെയ്യുന്നു? 5ൻ്റെ എന്താണ് ഇത്? അവിടെ അങ്ങനെയാണ് കൊടുക്കും. പഞ്ചവിംശതിഹി. അതും കൂടെ ഞാൻ എഴുതാം. ഏകാ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്നു. ത്രയഹ എന്ന് പറയുമ്പോഴത്തേക്ക് 3. വിംശതിഹി 2 ഇങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യണം? 0 കൊടുത്തു. വിംശതിഹി. ഇനി ഏകഃ 1 തന്നെ. അത് കഴിഞ്ഞിട്ട് പഞ്ചവിംശതിഹിയാണ്. പഞ്ചവിംശതിഹിക്ക് വിംശതി ആദ്യം എഴുതണം 2 എഴുതിയിട്ട് പഞ്ച എങ്ങനെയാണ്? ഇത് നോക്കി ഇങ്ങനെ എഴുതുക. അപ്പോൾ പഞ്ചവിംശതിഹി, പഞ്ചവിംശതിഹി, പഞ്ചവിംശതിഹി. അത് കഴിഞ്ഞിട്ട് ഡാഷ് അനുപസ്ഥിതാഹ. വീണ്ടും 5 വന്നല്ലേ. അപ്പോൾ അത് തന്നെ. എന്ത് ചെയ്യണം? ഇങ്ങനെ തന്നെ എഴുതുക. അനുപസ്ഥിത ഉണ്ടായിരുന്നു. നിരീക്ഷകഃ ഡാഷ് ശബ്ദാൻ ലേഖിതും ഉക്തവാൻ. നിരീക്ഷകൻ ആരാണ്? പിന്നെ അത് നോക്കാൻ വന്ന ആളല്ലോ, ടെസ്റ്റ് ചെയ്യാൻ വന്ന ആളാണ്. എക്സാമിനർ എന്ന് പറയാം. നിരീക്ഷകഃ ഡാഷ് ശബ്ദാൻ ലേഖിതും ഉക്തവാൻ. ഡാഷ് ശബ്ദാൻ എത്താണ് കൊടുത്തിരിക്കുന്നത്? 10 അല്ലേ. 10 ശബ്ദാൻ ശബ്ദങ്ങളെ ലേഖിതും എഴുതുവാൻ ഉക്തവാൻ പറഞ്ഞു. എത്രയാണ്? ദശ അല്ലേ. ദശ എങ്ങനെ എഴുതുന്നത്? ഒരു 0. ദശ ശബ്ദാൻ ലേഖിതും ഉക്തവാൻ. ഡാഷ് ഛാത്രവും. അവിടെ ഛാത്രവും വന്നിട്ട് ഛാത്രവും ഡാഷ് ശബ്ദാൻ സമ്യക് ലിഖിതവന്തൗ. അവിടെ ദ്വിവചനമാണ് വന്നിരിക്കുന്നത്. ഛാത്രവും അല്ലേ. ഛാത്രഃ ഛാത്രവും. അപ്പോൾ അവിടെ പുല്ലിംഗമല്ലേ. അപ്പം എങ്ങനെ വരും? ഇവിടെ 2-ന് പുല്ലിംഗത്തിൽ ഏകഃ ദ്വൗ ആണ്. ദ്വൗ ഛാത്രൗ.
ദ്വൗ ഛാത്രൗ ഡാഷ് ശബ്ദാൻ സമ്യക് ലിഖിതവന്തൗ. എത്ര ശബ്ദങ്ങളെയാണ്? 7 ശബ്ദാൻ, 7 ശബ്ദങ്ങളെ. ശബ്ദാൻ എന്നുള്ളത് ദ്വിതീയ ബഹുവചനം. സമ്യക് നല്ലവണ്ണം, സമ്യക് ലിഖിതവന്തോ എഴുതി. അപ്പോൾ അവിടെ എന്താണ്? അവിടെ മാറ്റം വരുന്നില്ല, കാരണം 4 വരെ ഉള്ളൂ, മാറ്റങ്ങൾ വരുന്നില്ല. അപ്പോൾ സപ്ത തന്നെയാണ് എഴുതേണ്ടുന്നത്. സപ്ത, സപ്ത, സപ്ത എഴുതി. അത് കഴിഞ്ഞിട്ട് സപ്ത ശബ്ദാൻ സമ്യക് ലിഖിതവന്തോ. പിന്നെ ഡാഷ് ഛാത്രഃ സർവാനപി. ഡാഷ് ഛാത്രഃ അത് സിംഗുലർ, അതുപോലെ പുല്ലിംഗം. അപ്പം ഏകഃ ഛാത്രഃ, അത് വീണ്ടും മറ്റൊരു എഴുതുന്നില്ല, ഏകഃ, ഏകഃയാണ്. ഏകഃ എങ്ങനെയാണ്? ഏകഃ, ഏകഃ ഛാത്രഃ സർവാനപി. സർവാനപി ഡാഷ് ശബ്ദാൻ സമ്യക് ലിഖിതവാൻ. 10 എന്നുള്ളത് 10 ശബ്ദങ്ങളെ സമ്യക് ലിഖിതവാൻ. 10 ശബ്ദങ്ങളെ. അപ്പം 10 എന്നുള്ള എഴുതുക. അതെന്താണ്? ദശ. 10ന് ദശ. ദശ ശബ്ദാൻ സമ്യക് ലിഖിതവാൻ, നല്ലവണ്ണം എഴുതി. അവശിഷ്ട, അവശിഷ്ട ബാലൻസ്, ബാക്കിയുള്ളത്. ഡാഷ് ഛാത്രാഹ എത്രയാണ്? അത് 12 ആണ് എഴുതിയിരിക്കുന്നത് അല്ലേ? 12. 12ന് എങ്ങനെ എഴുതും? എങ്ങനെയാണ് 12ന് പറയുന്നത്? ദ്വാദശ, ദ്വാദശ, ദ്വാദശ ഛാത്രാഹ ഡാഷ് ശബ്ദാൻ സമ്യക് ലിഖിതവന്തഃ. 12 കുട്ടികൾ എന്ത് ചെയ്തു? 9 ശബ്ദാൻ 9 ശബ്ദങ്ങളെ സമ്യക് ലിഖിതവന്തഃ നല്ലവണ്ണം എഴുതി. അതെവിടെ എന്താ? 9 എന്ത് പറയും? നവ. നവയ്ക്ക് നവ, ഇവിടെ കണ്ട നവ എഴുതിയിരിക്കുന്നത്. ഇനി ഞാൻ ഒന്നുകൂടെ അത് വായിക്കാം, ശരിയാണോ എന്ന് നിങ്ങൾ നോക്കുക. വായിക്കാം ഇതിനകത്ത്. ആദ്യത്തത് ഏകാ പാഠശാല അസ്തി, തത്ര 3 അധ്യാപകാः സന്തി, സാഹിത്യകക്ഷായാം 20 ഛാത്രാः സന്തി, एकस्मिन् दिने एकः निरीक्षकः आगतवान्, तस्मिन् दिने സാഹിത്യകക്ഷായാം 25 ഛാത്രാः ഉപസ്ഥിതാः ഉണ്ടായിരുന്നു. 5 അനുപസ്ഥിതാः. നിരീക്ഷകः 10 ശബ്ദാൻ ലേഖിതും ഉക്തവാൻ. 2 ഛാത്രौ 7 ശബ്ദാൻ സമ്യക് ലിഖിതവന്തौ. एकः छात्रः सर्वान् अपि 10 शब्दान् सम्यक् लिखितवान्. अवशिष्टाः 12 छात्राः 9 ശബ്ദാൻ സമ്യക് ലിഖിതവന്തഃ. അപ്പോൾ ഇവിടെ സപ്തഛാത്രാൻ എന്ത് ചെയ്തു? ദ്വൗ ഛാത്രൗ 2 കുട്ടികളാണ്. 7 ശബ്ദാൻ 7 ശബ്ദങ്ങളെ നല്ല തെറ്റാതെ ശരിയായി എഴുതിയവർ. ഏകഃ ഒരാൾ എന്ത് ചെയ്തു? സർവാനപി 10 ശബ്ദാൻ 10 ശബ്ദങ്ങളും ശരിയായി എഴുതി. അവശിഷ്ട ബാക്കിയുള്ളവർ 12 ഛാത്രാഹ ബാക്കിയുള്ള 12 ഛാത്ര കുട്ടികൾ 9 ശബ്ദാൻ സമ്യക് ലിഖിതവന്തഃ 9 ശബ്ദങ്ങളെ തെറ്റാതെ ശരിയായി എഴുതിയിരുന്നു. ഇനി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു പൂരണ ശബ്ദം. സംഖ്യാശബ്ദങ്ങൾ തന്നെ പൂരണാർത്ഥത്തിൽ വരുന്ന വാക്കുകൾ എങ്ങനെ വരുമെന്നാണ്. അതാണ് ഒരു ഇപ്പോൾ പ്രഥമഃ ഒന്നാമത്തേത് എന്ന് പറയില്ലേ, പ്രഥമഃ പാഠഃ ഫസ്റ്റ് ലെസൺ, പ്രഥമഃ ഒന്നാമത്തേത്. അവിടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 112 സംഖ്യ ഏകം. ഏകം എന്നുള്ളത് എന്താണ്? നപുംസകലിംഗം അല്ലേ? ഏകം. അതിന് പുല്ലിംഗത്തിൽ പൂരണാർത്ഥത്തിൽ വരുന്നതാണ് പ്രഥമഃ. ഒന്നെന്ന് എഴുതിയിട്ടുണ്ട് മുകളിൽ മഹാ, പ്രഥമഃ ഫസ്റ്റ് എന്ന് എഴുതിയിട്ട് അവിടെ ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു 1 നമ്പർ ഇട്ടിട്ട് മുകളിൽ മഹാ, അപ്പം പ്രഥമഃ അത് പുല്ലിംഗത്തിൽ. അതിൻ്റെ അപ്പുറത്ത് പ്രഥമ, ഇവിടെ ഇതാ പ്രഥമ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നാമത്തേത് സ്ത്രീലിംഗത്തിൽ. പ്രഥമ അത് 1 ഇട്ടിട്ട് മാന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്. നപുംസകലിംഗത്തിൽ വന്നപ്പോൾ പ്രഥമം ഒന്നാമത്തേത്,
അത് മം, മുകളിൽ ഒന്നിട്ടിട്ട് മം, ഈ രീതിയിലാണ് വരുന്നത്. അപ്പം പ്രഥമഃ, പ്രഥമ, പ്രഥമം. ഇനി അടുത്തത് ദ്വേ, ടു എന്നുള്ളത്. ദ്വേ എന്ന് പറയുന്നത് സ്ത്രീലിംഗത്തിലെയാണ്, ദ്വൗവാണ് പുല്ലിംഗത്തിൽ വരുന്നത് അല്ലേ. അപ്പം നപുംസകലിംഗത്തിലും ദ്വേ തന്നെ വരുന്നത്. ഇപ്പം അവിടെ അതിനെന്ത് പറയും? പുല്ലിംഗത്തിൽ പൂരണാർത്ഥത്തിൽ വരുന്നത് ദ്വിതീയഃ, സ്ത്രീലിംഗത്തിൽ വരുമ്പോൾ ദ്വിതീയ, നപുംസകലിംഗത്തിൽ വരുമ്പോൾ ദ്വിതീയം. ഇനി അടുത്ത ത്രീണി, ത്രീ എന്നുള്ളത് പുല്ലിംഗത്തിൽ തൃതീയഃ, സ്ത്രീലിംഗത്തിൽ തൃതീയ, നപുംസകലിംഗത്തിൽ തൃതീയം. ഇനി ചത്വാരി, ഫോർ, ഫോർ വരുമ്പോൾ ചതുർത്ഥഃ, ചതുർത്ഥി സ്ത്രീലിംഗം, ചതുർത്ഥം നപുംസകലിംഗം. ഇനി പഞ്ച, ഫൈവ് എങ്ങനെയാണ്? പഞ്ചമഃ. പക്ഷെ സ്ത്രീലിംഗത്തിന് പഞ്ചമ അല്ല, പഞ്ചമി, പഞ്ചമി. നപുംസകലിംഗത്തിൽ വന്ന് പഞ്ചമം. ഷഡ്, സിക്സ്, ഷഷ്ടഃ, പുല്ലിംഗത്തിൽ ഷഷ്ടഃ, സ്ത്രീലിംഗത്തിൽ ഷഷ്ടി, നപുംസകലിംഗത്തിൽ ഷഷ്ടം. ഇനി സെവൻ, സപ്ത, ആണ് പുല്ലിംഗത്തിൽ സപ്തമഃ, സ്ത്രീലിംഗത്തിൽ സപ്തമി, നപുംസകലിംഗത്തിൽ സപ്തമം. അപ്പോൾ നോക്കിക്കോളൂ നിങ്ങൾ, പിന്നെ 4 വരെ സ്ത്രീലിംഗത്തിൽ ഇപ്പോൾ പ്രഥമ, ദ്വിതീയ, തൃതീയ, 3 വരെ പ്രഥമ, ദ്വിതീയ, തൃതീയ. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാം എന്താ? ഈയിൽ അവസാനിക്കുന്നു സ്ത്രീലിംഗത്തിൽ. ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി. ഇനി അഷ്ടമഃ, അഷ്ടയാകുമ്പോൾ അഷ്ടമഃ, അഷ്ടമി, അഷ്ടമം. നവയാണെങ്കിലോ 9, നവമഃ, നവമി, നവമം. 10, ദശ, ദശമഃ, ദശമി, ദശമം. അതുപോലെ തന്നെ ഏകാദശ, ദ്വാദശ, ത്രയോദശ, ചതുർദശ, പഞ്ചദശ, ഷോഡശ, സപ്തദശ, അഷ്ടാദശ, നവദശ, വിംശതിഃ, വിംശഃ അല്ലെങ്കിൽ വിംശതിഃ, വിംശഃ. അപ്പം അവിടെ വിംശഃ വന്നപ്പോഴത്തേക്ക് എന്താണ്? സ്ത്രീലിംഗത്തിൽ വന്ന് വിംശിയായി, വിംശി, എൻഡിങ് ഇൻ ഇ. പിന്നെ നപുംസകലിംഗത്തിൽ വിംശം. അതുപോലെ അടുത്തത് നപുംസകലിംഗത്തിൽ നോക്കൂ, സംഖ്യ, സംഖ്യ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ പഠിച്ച് അത് 100 വരെ ഉണ്ടത്. അതായത് ദശ കഴിഞ്ഞാൽ ഏകാദശ, ദ്വാദശ, അങ്ങനെ നവവിംശതി കഴിഞ്ഞിട്ട് നവദശ കഴിഞ്ഞിട്ട് വിംശതി അല്ലെങ്കിൽ വിംശഃ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ദ്വാദശ, വിംശതിഃ, നമ്പേഴ്സ് മാത്രമാണെങ്കിൽ വിംശതിഃ. അത് കഴിഞ്ഞിട്ട് ഏകവിംശതിഃ, ദ്വാവിംശതിഃ, അങ്ങനെ തന്നെ കൊടുത്തിട്ട് നവവിംശതികൾ, നവവിംശതി 29. അത് കഴിഞ്ഞാൽ 30ക്ക് ത്രിംശത്. പിന്നെ എഗെയിൻ ഏകത്രിംശത്, ദ്വാത്രിംശത്, ത്രയത്രിംശത്, ചതുർത്രിംശത്, പഞ്ചത്രിംശത്, ഷട്ത്രിംശത്, സപ്തത്രിംശത്, അഷ്ടത്രിംശത്, നവത്രിംശത്, 40ക്ക് ചത്വാരിംശത്. എഗെയിൻ ഏകചത്വാരിംശത്, ദ്വാചത്വാരിംശത്, ത്രയചത്വാരിംശത്, ത്രിചത്വാരിംശത്, ചതുർചത്വാരിംശത്, പഞ്ചചത്വാരിംശത്, ഷഡ്ചത്വാരിംശത്, സപ്തചത്വാരിംശത്, അഷ്ടചത്വാരിംശത്, നവചത്വാരിംശത്, 50ക്ക് 50. പിന്നെ 51 വരുമ്പോൾ ഏകപഞ്ചാശത്. അങ്ങനെ വന്ന് അവസാനം നവപഞ്ചാശത്, 49, പിന്നെ 59 നവപഞ്ചാശത്. അത് കഴിഞ്ഞ് 60ക്ക് ഷഷ്ടി, അഗെയിൻ ഏകഷഷ്ടി, അങ്ങനെ വന്ന് നവഷഷ്ടി. 69 കഴിഞ്ഞ് സപ്തതി, അറിയില്ല, സപ്തതി ആഘോഷിക്കുക എന്നൊക്കെ പറയില്ലേ, സപ്തതി, 70, 70. പിന്നെ ഏകസപ്തതി, 71 തൊട്ട് നവസപ്തതി, 79 കഴിഞ്ഞാൽ അശീതിഹിയാണ്. അശീതി, 80ക്ക് എന്താ പറയുന്നത്? അശീതിഹി. പിന്നെ ഏകാശീതിഹി, ദ്വാശീതിഹി, അങ്ങനെ വന്ന് നവാശീതി കഴിഞ്ഞാൽ 90ക്ക് എന്ത് പറയണ? നവതിഹി, നവതി ആഘോഷിക്കുന്നത് പറയില്ലേ. പിന്നെ ഏകനവതിഹി, അങ്ങനെ വന്ന് നവനവതിഹി കഴിഞ്ഞാലാണ് ശതം, 100. അതുവരെയാണ് ഉള്ളത്. അത് കഴിഞ്ഞ് അടുത്തത് ഇവിടെ ഒരു കവി ഇത് കൊടുത്തിരിക്കുകയാണ്. സങ്കടനാശനം ശ്രീ ഗണേശ സ്തോത്രം പഠന്തു ഗായന്തു ച.
ഗണേശ സ്തോത്രമാണ്. അത് നിങ്ങൾ വെറുതെ വായിച്ചു പോയാൽ മതി. പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം ഭക്താവാസം സ്മരേ നിത്യമായുഹു കാമാർത്ഥസിദ്ധയേ. പ്രഥമം വക്രതുണ്ടം ച ഏകദന്തം ദ്വിതീയകം തൃതീയം കൃഷ്ണപിംഗാക്ഷം ഗജവക്ത്രം ചതുർത്ഥകം ലംബോദരം പഞ്ചമം ച ഷഷ്ടം വികടമേവ ച സപ്തമം വിഘ്നരാജേന്ദ്രം ധൂമ്രവർണം തഥാഷ്ടമം നവമം ബാലചന്ദ്രം ച ദശമം തു വിനായകം ഏകാദശം ഗണപതിം ദ്വാദശം തു ഗജാനനം. വെറുതെ വായിച്ചു പോയാൽ മതിയത്. അപ്പോൾ ഈ പാഠം ഇന്ന് അവസാനിച്ചു. ഇനി അടുത്ത ദിവസം അടുത്ത പാഠം നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.